നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദശാകാലത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 4 ദശകളെക്കുറിച്ച് സംസാരിച്ചപ്പോഴേക്ക് സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഒന്ന് വിശദീകരിക്കാമോ? അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ചന്ദ്രദശാകാലമാണ് പറഞ്ഞത്. അപ്പോൾ 29.5 വയസ്സിൽ, അതായത് കേതുർദശയിൽ ജനിച്ച കുട്ടിക്ക് നേർപകുതിയായിട്ട് എടുത്തിട്ട് അങ്ങനെ 3.5, 20, 23.5, 6, 29.5, 29.5 10 വർഷം ചന്ദ്രദശാകാലം, അങ്ങനെ 39.5 വയസ്സ്. 39.5 വയസ്സാകുമ്പോൾ ഈ കുട്ടിക്ക് ചൊവ്വയുടെ ദശാകാലം ആരംഭിക്കും. ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത് 7 വർഷമാണ്. അപ്പോൾ 7 വർഷം ഈ ചൊവ്വ ദശാകാലം വരുമ്പോൾ, ചൊവ്വ ദശാകാലം എന്ന് പറയുമ്പോൾ പാപഗ്രഹമാണ് ചൊവ്വ. അങ്ങനെ വരുമ്പോൾ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ പാദം, അതായത് 2 വർഷവും 4 മാസവും ദോഷകാലഘട്ടവും, പിന്നത്തെ 2 വർഷവും 4 മാസവും ഗുണദോഷ സമ്മിശ്ര കാലഘട്ടവും, പിന്നീടുള്ള 2 വർഷവും 4 മാസവും ഗുണകാലവുമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ചൊവ്വ ദശാകാലങ്ങളിൽ അതിൻ്റെ അതിദേവനായി വരുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. അപ്പോൾ ചൊവ്വ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ജാതകമുള്ളവർക്ക് ഈ ദശാകാലം ഭൂമി കിട്ടുന്നതിന്, അതായത് ഭൂമികാരകനാണ് ചൊവ്വ. അങ്ങനെയുള്ള ജാതകക്കാർക്ക്, അതായത് ചൊവ്വ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ ജാതകത്തിലും ചൊവ്വ ഉണ്ടാകും. അപ്പോൾ ചിലർ കരുതും അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ചൊവ്വയുടെ ഗുണം പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ എന്ന് പറയുന്നത് ഭൂമികാരകനാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചൊവ്വയില്ലാത്ത ഒരു ജാതകം ഉണ്ടാവില്ല. അപ്പോൾ ചൊവ്വ ഇഷ്ടസ്ഥാനങ്ങളിൽ വരുന്നവർക്ക് ഈ ചൊവ്വ ദശാകാലത്ത് ഭൂമി അധികം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ചൊവ്വയുടെ അതിദേവനായ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കാണ് ക്ഷേത്രങ്ങളിൽ ഈ സമയങ്ങളിൽ 7 വർഷം വഴിപാട് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഈ ചൊവ്വയുടെ അനുകൂല ഭാവം ജാതകത്തിൽ ദൃശ്യമാവുകയും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എന്താണോ തടസ്സം, അത് ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആസ്ട്രോളജറെ തന്നെ സമീപിച്ച് അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരം ചെയ്താൽ മാത്രമേ ഗുണം എന്നുള്ള കാര്യം കിട്ടുകയുള്ളൂ. അല്ലാതെ കണ്ട് ആചാര്യൻ ഗുണം കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കിയിരുന്നു എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് പണ്ട് പാലക്കാട് നിന്ന് ഒരു സ്ത്രീ വന്ന്, 48 വയസ്സുണ്ട് അവർക്ക്. ആ കാലഘട്ടത്തിലെ ചൊവ്വ ദശാകാലമായിരുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ബാധാദോഷങ്ങൾ, നെഗറ്റീവ് എനർജി കയറിയിരിക്കുന്നതാണ്, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അവർ ശരി പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ മേൽശാന്തിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ചൊവ്വ ഉച്ചം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണം കിട്ടും, അല്ലാതെ അങ്ങേര് പറഞ്ഞ പോലെയൊന്നും ബാധയും ദോഷമൊന്നും ഇല്ല, ഒക്കെ വെറുതെ ശുദ്ധ അസംബന്ധമാണ്, ഇതിൻ്റെ ഒന്നും പിന്നാലെ നടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്ക് നല്ലതായിരിക്കട്ടെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ചൊവ്വയുടെ ദശാകാലം 7 വർഷമാണ്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 1 മാസമാണ് അല്ലെങ്കിൽ 2 മാസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വ ദശാകാലം കടന്നതിന് ശേഷം ഒരു 2-3 പ്രാവശ്യമെങ്കിലും റൗണ്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് ചൊവ്വ ഉച്ചം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സമയത്തൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പോൾ വല്ലവരൊക്കെ വല്ലതും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വെറുതെ തിരിച്ച് കിട്ടും. അതായത് നമ്മുടെ ജീവിതമാണ്, വയസ്സ് കടന്നു പോയിട്ട് അവസാനം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നിട്ട് പരിഹാരം നേടി അതിൻ്റെ ഗുണം കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധമണ്ഡത്തിലാണ്. നല്ല ആരോഗ്യമുള്ള കാലത്താണ് ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് സേവ് ചെയ്യാനൊക്കെ ഉള്ള കാലം കിട്ടുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവും, ഉറക്കം ഉണ്ടാവും, അല്ലാതെ സേവ് ചെയ്യാനോ സമ്പാദിക്കാനോ പറ്റാത്ത ആരോഗ്യസ്ഥിതി ആയിരിക്കും. അതുകൊണ്ട് ചൊവ്വ ഉച്ചം ചെയ്യുന്ന നോക്കി നിൽക്കണ്ട. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഉച്ചം ചെയ്ത് പോയിട്ട് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല, നെഗറ്റീവ് എനർജിയാണ്. അത് അങ്ങേർക്ക് കാണാനുള്ള കണ്ണില്ലാതെ പോയതുകൊണ്ടും ബാധ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആചാര്യൻ്റെ പിന്നാലെ പോയി ജീവിതം തുലയ്ക്കില്ലെന്ന് പറയാൻ മാത്രം നമുക്ക് അവരോട് സാധിച്ചുള്ളൂ. അപ്പോൾ ചൊവ്വ ദശാകാലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അടുത്തത് ചൊവ്വ ദശാകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കുട്ടിക്ക് 46.5 വയസ്സ്, 46 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ദശാകാലം വരുന്നത് രാഹുർ ദശാകാലമാണ്. അതായത് 18 വർഷം. രാഹുർ ദശാകാലം എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെ ദശാകാലമാണ്. ഇത് തന്നെ പല ആചാര്യന്മാരും ജാതകങ്ങളിൽ, ഞാനിത് പറയാൻ കാരണം പലരെയും ജാതകം കൊണ്ട് നമ്മളുടെ അടുത്ത് ചിന്തനം നടത്താൻ വരാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ജാതകത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഉത്തമ കാലഘട്ടം
ഒരുപാട് സമ്പാദ്യങ്ങളും സ്വത്ത് സുഖങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് രാഹുർദശാകാലം എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ എഴുതി കൊടുത്ത് ജാതകങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടമാണ് രാഹുർദശാകാലം. 18 വർഷം ചെറിയ കാലയളവല്ല, ആർക്ക് വന്നാലും 18 വർഷമാണ്. ആ 18 വർഷം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും മോശം എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം, നമുക്ക് ആവശ്യത്തിലില്ലാത്ത ധൈര്യം, ആർക്കാണെങ്കിലും അതിയായ ധൈര്യവും ഏതൊരു പ്രവൃത്തിയിലേക്ക് എടുത്തു ചാടാനുള്ള ടെൻഡൻസി, ഏത് തൊഴിലാണെങ്കിലും അതിനുള്ള ധൈര്യവും ടെൻഡൻസിയും കൂടും. ഈ കൂടുന്നത് എല്ലാം മായക്കാഴ്ച മാത്രമായിരിക്കും. ഒരിക്കലും ഗുണകരമായി അതിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് വരാൻ പറ്റില്ല. ഈ റിവേഴ്സ് ചെയ്യുന്ന ആൾ പിന്നീട് ഈ മണ്ടത്തരങ്ങളെല്ലാം തിരിച്ചറിയുന്നത് അടുത്ത കാലഘട്ടമായ വ്യാഴദശ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ 18 വർഷം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ധൈര്യമായിരിക്കും. അതായത് ബിസിനസ്സുകാരൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളിൽ ചാടുന്നത്. കാരണം അവർക്ക് ഇല്ലാത്ത ആത്മവിശ്വാസവും ധൈര്യവും തൻ്റെ ഇടവും ആരുടെ അടുത്ത് എന്തിനു പോയാലും നേടുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസവും പോലത്തേന് ജാതകത്തിൽ ഇങ്ങനെ ഉത്തമ കാലഘട്ടം എന്ന് എഴുതിയിരിക്കുന്നതും അതെല്ലാം വെച്ചിട്ടാണ് ഇവർ ഈ സർപ്പദശാകാലത്ത്, അതായത് രാഹുർദശാകാലത്ത് ജീവിതം തുലയ്ക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് സർപ്പ വഴിപാടുകളാണ് ഇതിൻ്റെ പ്രധാനം. അതായത് 18 വർഷവും സർപ്പപരിഹാരങ്ങൾ തന്നെ ചെയ്യണം. സർപ്പപരിഹാരം എന്നുള്ളത് നമ്മൾ അടുത്ത വഴിപാട് എന്ന എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സർപ്പ വഴിപാട് എന്ന് പറയുമ്പോൾ തന്നെ ചിലർ കരുതുന്നത് സർപ്പബലി അങ്ങനെയുള്ളൊരു കാര്യമൊക്കെയാണ് ചിലർ ഉദ്ദേശിക്കുന്നത്. സർപ്പബലി അല്ലാതെ കണ്ട് ലളിതമായ സർപ്പത്തിന് 100 പാലും കൊടുക്കൽ എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അത് ചെയ്താൽ മാസത്തിൽ പക്കാപ്പിറന്നാളിനാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ക്ഷേത്രങ്ങളിൽ ആയില്യത്തിന് മാത്രമേ ഇത് ചെയ്തു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്നും ജനം, അതായത് ഈ ആചാര്യന്മാരൊന്നും 90% അംഗീകരിക്കില്ല. കാരണം അവർ ആയില്യത്തിന് മാത്രമേ, സർപ്പത്തിൻ്റെ നാളായ ആയില്യത്തിന് മാത്രമേ ഭഗവാന് നിവേദ്യം കൊടുത്താൽ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള മൂഢ വിശ്വാസം ധരിച്ചു വച്ചിട്ട്, ഞാനിത് പറയാൻ കാരണം, ഞാൻ സർപ്പം ഉണർന്നു കഴിഞ്ഞാൽ ഈ ഉണർന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും സർപ്പപൂജകൾ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നിനും നിഷേധിക്കുകയല്ല. അതായത് നമുക്ക് ആര് വെല്ലുവിളിച്ചാലും അത് ചെയ്തു കൊടുക്കാനുള്ള തൻ്റെ ഇടവും കഴിവുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ജനം അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്കൊരു വഴിപാട് ചെയ്യുമ്പോൾ അത് ഫലിക്കണമെങ്കിൽ അതിൻ്റെ അതാത് കാലഘട്ടത്തിൽ ചെയ്താൽ മാത്രമേ ഫലിക്കുകയുള്ളൂ. അല്ലാതെ ആചാര്യം പറഞ്ഞു ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഗുണമുണ്ടായില്ല, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 18 വർഷം രാഹുർദശാകാലം അത്രയും മോശമായ ഒരു കാലഘട്ടമായിട്ട് കടന്നു പോവുകയുള്ളൂ. ആവശ്യമില്ലാത്ത ധൈര്യവും ഷാഢ്യവും എല്ലാം ഉണ്ടാവും. അതായത് മുൻശുണ്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ദശയിൽ കയറി വരും. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് രാഹുവിനെ തന്നെ, അതായത് നാഗരാജാവ്, നാഗേശ്യമ്മ, സർപ്പദൈവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അതിദേവതകൾ. ഇപ്പോൾ ചില മതങ്ങളിൽ ഈ സർപ്പം എന്ന് പറയുന്നത് ഇല്ല. അവരുടെ ഒരു ഒരു ദേവത കുന്തം കൊണ്ട് കുത്തി കൊല്ലുന്നതായിട്ടുള്ള ചിത്രങ്ങളും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കാണിക്കുന്നുണ്ട്. അത് ആ വിശ്വാസം എല്ലാം അതല്ലേ എന്നുള്ള രീതിയിൽ പരസ്യം പോലെ അത് പോവുള്ളൂ, അല്ലാതെ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ രാഹുർദശാകാലം ഒന്ന് കരുതിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത അതായത് ഒത്തിരി ലാഭം കിട്ടുമെന്നുള്ള രീതിയിലുള്ള വർക്കുകൾ പുതിയതായിട്ട് ചാടാനോ അങ്ങനെയുള്ളതും ചെയ്യാതെ ഉള്ള വർക്കുകളിൽ തന്നെ ഒതുങ്ങി നിന്നിട്ട് അടുത്ത ദശാകാലം വരുന്നവരെ നമ്മൾ ക്ഷമിച്ച്, ചില ആചാര്യന്മാർ ഉപദേശിക്കുന്ന പോലെ ക്ഷമയോടെ കാത്തിരുന്നിട്ട് അടുത്ത വ്യാഴദശാകാലം വരുമ്പോൾ അതിൽ നേടാമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 18 വർഷം കഴിഞ്ഞാൽ അടുത്ത ദശാകാലമായ വ്യാഴദശാകാലമാണ് വരുന്നത്. അപ്പോൾ കുട്ടിക്ക് ഈ സമയം 64.5 വയസ്സ് ആയിട്ടുണ്ടാവും. കുട്ടി വളർന്നു മുത്തച്ഛനായ ഒരു കാലമായിട്ടുണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ അതായത് 46 മുതൽ 18, 64 വയസ്സ് വരെയുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ദശ വന്നു പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നക്ഷത്രം വളരെ പ്രധാനമാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ, അതായത് ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നക്ഷത്രത്തിൽ ജനിക്കാനുള്ള യോഗം നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ദശാകാലം കിടക്കുന്നത്. അപ്പോൾ ഈ രാഹുർദശ നല്ല പ്രായത്തിൽ കടന്നു പോകുമ്പോൾ ഈ ആവശ്യമില്ലാത്ത പുലിവാലൊക്കെ പിടിച്ചിട്ട് 64.5 വയസ്സ് ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വരുന്ന ഒത്തിരി വൃദ്ധജനങ്ങൾ നമ്മളുടെ അടുത്ത് സമീപിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ പറയുന്നതാണ്. പിന്നീട് വരുന്ന വ്യാഴദശ 16 വർഷം ഗുണകാലഘട്ടമായിരിക്കും. അതായത് ചന്ദ്രദശയാണ് ഏറ്റവും ഗുണപ്രദമെങ്കിലും അത് പലർക്കും ചെറിയ വയസ്സുകളിലും അതേപോലെ ചപലചിത്തനായ ചന്ദ്രൻ കടന്നു പോകുന്നു, പിന്നെ അതിൻ്റെ കൃത്യമായ വഴിപാട് അറിയാതെ പോകുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് ചിലർക്ക് ആ ദശ അനുകൂലമായി പറ്റാതെ പോകുന്നതുകൊണ്ട് വ്യാഴദശയിൽ അവർക്കെല്ലാം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വ്യാഴദശയുടെ ഏറ്റവും വലിയൊരു പ്രധാനം, നമ്മളെല്ലാവരും മറ്റുള്ള, അതായത് ലോകം നമ്മളെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും.
എല്ലാവരും ശ്രദ്ധിക്കപ്പെടേണ്ട എന്താ അതിനുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എവിടെ നിന്നാലും ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യാഴദശ എന്ന് പറയുന്നത്. അതേപോലെ ദൈവിക കാര്യങ്ങളിൽ എത്ര ദൈവമില്ല എന്ന് നിശ്ചയിച്ച് നടക്കുന്നവനും ആത്മീയ ചിന്തകളിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വ്യാഴദശാകാലം. അതുകൊണ്ടാണ് പലർക്ക് ഈ 64 ഈ രാഹുർദശയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് മാറ്റം സംഭവിക്കും, ആത്മീയത വരും. അപ്പോൾ വീട്ടിലുള്ള ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ പുത്രനോ അങ്ങനെ അവർ കരുതും ഇങ്ങേർക്ക് എന്താ പറ്റിയത്, പെട്ടെന്ന് തലയ്ക്കടി കൊണ്ടോ ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ ദശാകാലം ചേഞ്ച് ആയതുകൊണ്ടാണ് ഇയാൾക്ക് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന അതിൻ്റെ കിരണങ്ങളും മനുഷ്യ ശരീരത്തിലും എല്ലാ ജീവജാലങ്ങളിലും ഒത്തിരി പരിവർത്തനങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ യുക്തിവാദിയായിരുന്നാലും ഈ സമയങ്ങളിലെല്ലാം അതിൻ്റെ പരിവർത്തനം അയാളിൽ വരികയും അയാൾ ചിന്തകൾ മാറ്റുകയും ചെയ്യും. പിന്നെ ചിലർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞു നിന്നിട്ട് പിന്നീട് സമൂഹത്തിന് മുമ്പിൽ മാറ്റി പറയാൻ പറ്റാതെ പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചു വെച്ച ആശയങ്ങളുടെ പോരായ്മ തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യാഴദശ വരുന്ന സമയങ്ങളിൽ മഹാവിഷ്ണുവിനാണ് ഇതിൻ്റെ പ്രാധാന്യം. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനവും പക്കാപ്പിറന്നാളിന് പാൽപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. അതേപോലെ ഭഗവാനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും കീർത്തനങ്ങൾ ജപിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാഴദശ നമുക്ക് അനുകൂലത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. വ്യാഴദശ വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ഒരു ആസ്ട്രോളജറെ കണ്ട് എന്താണോ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ശക്തികൾ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ ഈ വ്യാഴദശയും, അതായത് ഏതൊരു ദശാകാലമാണെങ്കിൽ പോലും നമ്മളെ പിന്നിലേക്ക് ഈ നെഗറ്റീവ് എനർജികൾ പിൻവലിപ്പിച്ചാൽ അത് എടുത്തു കളഞ്ഞാൽ മാത്രമേ ദശയുടെ ആനുകൂല്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യാഴദശയാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല കാലമാണ്. ആചാര്യൻ പലതും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു മുറിവ് പറ്റിയാൽ അത് ഉണക്കാനുള്ള മാർഗം തേടുന്ന പോലെ തന്നെ ജീവിതത്തിൽ പരാജയം നേരിടുന്നുണ്ടെങ്കിൽ എന്താണോ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് രോഗി ചികിത്സ തേടുന്ന പോലെ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് ഇതിന് പ്രതിവിധി തേടിയിരിക്കണം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ദശാകാലത്തെ സംബന്ധിച്ച് കൂടുതൽ എപ്പിസോഡുകളിൽ തുടരുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളിലൂടെ എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.